2004, 2003 കാലഘട്ടം മുതൽ സിനിമയിലുണ്ട്. രാസയ്യാരോ രാജ രാസയ്യാരോ രാജ രാസയ്യാരോ രാജഹു മാലിത്തു. കളങ്കാവില് നമുക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. മമ്മൂക്കയുടെ കൂടെ റോഷാക്കിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിലേക്ക് വിനായകൻ ചേട്ടൻ്റെ വൈഫായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും വണ്ടറായി. നമ്മൾ ആഗ്രഹിച്ചാൽ അത് കിട്ടും. നമ്മളെപ്പോഴും ചെറുതായാലും വലുതായാലും ആസ് എൻ ആക്ട്രസ് നമ്മളത് ചെയ്യണം. പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള മമ്മൂക്കയുടെ ഒരു കൊതിയാണല്ലോ, ആർത്തിയാണ്. മുഴുനീള കഥാപാത്രമൊക്കെ ചെയ്ത സിനിമകളൊക്കെ OTT റിലീസ് ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ സ്ഥാനം പിടിച്ചാൽ മാത്രമേ നമ്മൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആയിട്ടും കാര്യമുള്ളൂ. ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഹിറ്റാണ്. റോഷാക്ക് വലിയ ഹിറ്റാണ്. ഇപ്പൊ പാതിരാത്രി നല്ല വിജയമായിരുന്നു. നാടകം സംവിധാനം ചെയ്യും. ഞാൻ പഠിച്ചത് നാടകമാണ്. കോഴിക്കോട് നാടകക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വലിയ. ഗുൽമോഹറിലാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത്. അച്ഛനൊരു നെക്സലൈറ്റ് പ്രസ്ഥാനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നായിക കഥാപാത്രത്തിന് ഞാനാണ് എൻ്റെ ശബ്ദമാണ് ഉപയോഗിച്ചത്. സിനിമയിൽ എൻ്റെ ഗുരുവാണ് ജയരാജ് സാർ. ഞാനും മമ്മൂക്കയുടെ ഒരു പ്രത്യേക എനർജി അല്ലേ. പിന്നെ നമ്മൾ കുഞ്ഞിലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി നിൽക്കുക. അപ്പൊ മമ്മൂക്ക പറഞ്ഞു ഡയലോഗ് പറയണേന്നിങ്ങനെ പറഞ്ഞു. ഒരാഴ്ചയോളം ഞാൻ ഞെട്ടി എണീറ്റിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട്. മരം സിനിമ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു. എനിക്ക് എൻ്റെ അച്ഛനെയും എന്നെയും തന്നെ തോന്നുമായിരുന്നു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നപ്പോഴാണ് ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നൊരു. എനിക്കും ഡയറക്ഷൻ എന്ന് പറയുന്നത് പഠിക്കണം എന്നുള്ളൊരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാള അധ്യാപികയാണ്. ഇപ്പം ഞാനൊരു ഷോർട്ട് ഫിലിം ഈ അടുത്ത് ഡയറക്റ്റ് ചെയ്തു. ചിലരിങ്ങനെയാണെന്ന് പറഞ്ഞു. എൻ്റെ പ്രദേശത്തുള്ള ആളുകളെ, എൻ്റെ വല്യമ്മേനെ, എൻ്റെ അമ്മേനെ, അച്ഛനെ അവരൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലഹരിയായിട്ട് ആരോ ഒരു വിത്ത് പാകിയിട്ടിട്ടുണ്ട്. നമ്മുടെ സ്വപ്നങ്ങൾ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഫാമിലി, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യും പോലെ തന്നെ. ഡയറക്ടർ മനോജ് ഖാനയുടെ അപാരനീതി എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് പ്ലേയിൽ ഞാൻ അഭിനയിച്ചു. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വലിയ രീതിയിൽ എല്ലാ ഇടങ്ങളിലും അന്യഭാഷയിലൊക്കെ സംസാര വിഷയമായ അതിൽ ഞാൻ ഉഷ എന്ന് പറഞ്ഞൊരു വേലക്കാരിയായിട്ടാണ് ചെയ്തത്. ഞാൻ പാടിയ കുറച്ച് പാട്ടുകളുണ്ട്. ചെമ്പ്രാന്തമേറയാണ് പെണ്ണിൻ്റെ ചേരപ്പച്ചിലാണ്, തുറ്റാവ് നീണ്ടതാണ് പെണ്ണിൻ്റെ മേലിന്തി ചേലാണ്. വെൽക്കം ടു JC സ്റ്റുഡിയോ. JC സ്റ്റുഡിയോയുടെ പുതിയ എപ്പിസോഡ്. ഇന്നത്തെ ഈ എപ്പിസോഡ് നമ്മുടെ കൂടെയുള്ള അതിഥി. ഇന്ന് മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു 8.5 മാസത്തിന് ശേഷം ഒരാളുടെ തിരിച്ചു വരവ് വൻ ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് അതിശക്തമായി പവർഫുള്ളായി 5 ദിവസം കൊണ്ട് 50 കോടി ക്ലബിലേക്ക് കയറി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയിൽ ഒരു നായകനുണ്ടെങ്കിൽ ആ നായകൻ്റെ പേര് വിനായകൻ. വിനായകൻ്റെ ഭാര്യയായി കളങ്കാവൽ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച, പേരുകൊണ്ട് മലയാളികൾക്ക് ഒരുപാട് പരിചിതമായിട്ടുള്ള വരികൾ, അങ്ങനെ 3 അക്ഷരം ഖബനി എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് പോകുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രത്യേകതകൾ, റോഷാക്ക് പോലുള്ള സിനിമ, മമ്മൂക്കായുടെ സിനിമ, അങ്ങനെ സന്തോഷത്തോടുകൂടി പറയാൻ പറ്റും മമ്മൂക്കാൻ്റെ സിനിമ. ആ സിനിമയിൽ ഇപ്പോൾ അടുത്തിറങ്ങിയ, ഞാൻ നേരത്തെ പറഞ്ഞ, നമുക്കെല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന, വിജയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയായ കളങ്കാവലിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഖബനിയിലൂടെ തന്നെ ചോദിക്കാം. നമസ്കാരം, വെൽക്കം ടു JC സ്റ്റുഡിയോ. നമസ്കാരം. സച്ചിനാണ്. ഹായ്. പേര് തന്നെ പുതുമയുണ്ടല്ലേ ഖബനി? അതെ. സിനിമക്ക് വേണ്ടിയിട്ട പേരൊന്നുമില്ലല്ലോ? അല്ല, സ്വന്തം പേര്. ഓക്കെ. എത്ര വർഷമായിട്ട് സിനിമ മേഖലയിലുണ്ട്? ആദ്യം നമുക്ക് അങ്ങനെ ഒന്ന് തുടങ്ങാം. ഞാനൊരു 2004, 2003 കാലഘട്ടം മുതൽ സിനിമയിലുണ്ട്. 2004, 2003 കാലഘട്ടം. ഓക്കെ, ശരി. അപ്പോൾ ഒരുപാട് കാലമായി. കുറേ കാലമായി. നമ്മളെക്കാളൊക്കെ സീനിയറാണ് നിങ്ങൾ. ഓക്കെ. സ്റ്റാർട്ട് ചെയ്തത് ഏത് മൂവിയിലായിരുന്നു? ഞാൻ ഗുൽമോഹർ എന്ന് പറഞ്ഞ സിനിമയിലാണ്, ജയരാജ് സാറിൻ്റെ ഗുൽമോഹറിലാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ഈ അഭിനയത്തോടൊപ്പം ഡബ്ബിംഗ് കൂടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. നല്ല വോയിസ്.
അപ്പോൾ കോഴിക്കോടൻ ശൈലിയിലുള്ള സിനിമകൾക്കൊക്കെ ഇങ്ങനെ ചെയ്ത് അങ്ങനെയാണ്. പക്ഷെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കോഴിക്കോടൻ പിന്നീട് അതൊരു വില്ലനായി വരികയാണല്ലോ പ്രാദേശിക ഭാഷ എല്ലാ സിനിമകൾക്കും. അപ്പം ഞാൻ സ്വയമേ നമ്മളെ തന്നെ ഇങ്ങനെ മാറ്റും. അങ്ങനെ 2004 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ഗുൽമോഹറാണ്. ഇന്നിപ്പോൾ കളങ്കാവലിലെത്തി നിൽക്കുന്നു. ഞാൻ റിലീസ് ചെയ്ത സിനിമ എൻ്റെ പ്രായം ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് റിലീസ് ചെയ്ത് നിൽക്കുന്നത് കളങ്കാവലിൽ വന്ന് നിൽക്കുന്നു. എന്തായിരുന്നു കളങ്കാവലിൻ്റെ ഒരു എക്സ്പീരിയൻസ്? കളങ്കാവൽ നമുക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. ഞങ്ങൾക്കൊന്നും സിനിമയുടെ സ്റ്റോറി ഒന്നും അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ വിനായകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാന്ന് പറയുന്നത് നമ്മൾ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും പിന്നെ മമ്മൂക്കയുടെ കൂടെ റോഷാക്കിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് അഭിനയിക്കാനുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. അതിന് ഇനിയും വെയിറ്റ് ചെയ്യണം. അപ്പം വിനായകൻ ചേട്ടൻ്റെ കൂടെ ഞാൻ ഞെട്ടിപ്പോയിട്ടുള്ളൊരു ഇതാണ് വെച്ചാൽ അതിൽ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾ മുമ്പേ ഞാൻ വിനായകൻ ചേട്ടൻ്റെ കുറേ ഇൻ്റർവ്യൂസ് കാണുകയും അതും ഇതൊക്കെ ആയിട്ട് ആളെ ഞാനൊരു സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ആളിൻ്റെ ഒരു ആക്ടിങ് പാറ്റേണും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വിനായകൻ ചേട്ടൻ്റെ വൈഫായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും വണ്ടറായി. പറ്റിക്കുന്നതല്ല, നമ്മൾ ആഗ്രഹിച്ചതിലേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതന്നെ നമ്മൾ ആഗ്രഹിച്ച അത് കിട്ടും. ആഗ്രഹങ്ങളായിരുന്നു അല്ലേ? ആഗ്രഹങ്ങൾക്ക് എത്തിപ്പെടുന്നില്ലേ? ആഗ്രഹിക്കും, ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കും. കിട്ടിയില്ലെങ്കിൽ വേണ്ടില്ല, വലിയ രീതിയിൽ ആഗ്രഹിക്കുള്ളൂ. തീർച്ചയായിട്ടും. കളങ്കാവൽ എന്ന് പറഞ്ഞ മൂവി വിനായകൻ സാറിൻ്റെ നായിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ കുറച്ചേ ഉള്ളൂ. കാരണം വിനായകൻ ഒരു വൺ മാൻ ഷോ, അല്ലെങ്കിൽ എന്താ പറയുക, മമ്മൂക്കയും വിനായകനുമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എന്നാൽ പോലും വിനായകൻ്റെ നായിക എന്ന് പറയും, വിനായകനാണ് ആ സിനിമയിലെ നായിക. അപ്പം നായിക നിങ്ങളല്ലേ ശരിക്കും? അല്ല, ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അത്. വിനായകനായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് ഉണ്ടായിരുന്നു. 2 കുട്ടികൾ അല്ലേ? അതിൻ്റെ അകത്ത് മകള് പറയുന്നുണ്ട്, വലുതാകുമ്പോൾ ഞാനും പപ്പയെ പോലെ ആകുന്ന എന്തോ പറയുന്നുണ്ട്. അതിലാണ് പുള്ളിക്ക് ഒരു സ്ട്രൈക്ക് ചെയ്യുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണ് ആ സിനിമയുടെ. അത് കാരണം എൻ്റെ മോളും വലുതായി കഴിഞ്ഞാൽ മറ്റുള്ള പെൺകുട്ടികളെ പോലെ ആകുമല്ലോ എന്നൊരു ചിന്തയാണ്. ഓൾറെഡി അവിടെ ഇത്രയും പെൺകുട്ടികൾ മിസ്സിങ് ആയിക്കൊണ്ടിരിക്കുന്നത്, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അച്ഛനെ ഞാൻ തോപ്പിക്കും എന്ന് പറയുമ്പോൾ അവിടെ നിന്നാണ് ഒരു തിരിച്ചറിവാണ് പുള്ളിയിലേക്ക് വരുന്നത്, വിനായകന് വരുന്നത് കളങ്കാവൽ എന്ന് പറയുന്ന മൂവിയിൽ. അങ്ങനെ ആ ഒരു മൂവിയിൽ വിനായകൻ എന്ന് പറയുന്ന വ്യക്തിയായിട്ടുള്ള കബനിയുടെ എക്സ്പീരിയൻസ്, പുള്ളിയായിട്ട് സംസാരിക്കാൻ ഒക്കെ ഒരു സാഹചര്യം അവിടെ നിന്ന് കിട്ടിയല്ലോ. എന്തായിരുന്നു? നന്നായിട്ട് തന്നെ. ഞാനിപ്പം നമ്മൾ സാധാരണക്കാരനെ കാണുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ പോയാലോ നമ്മുടെ നാട്ടിൻ പുറത്തുള്ളൊരു ചേട്ടനെ കാണുന്ന പോലെ തന്നെ ആയിരുന്നു. അങ്ങനത്തെ സ്റ്റാർഡം, ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും വിനായകൻ ചേട്ടനില്ലല്ലോ. അത് വന്നിരിക്കുന്നു, നമ്മൾ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റാണ്, നമ്മളെ വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡയലോഗ്സൊക്കെ അദ്ദേഹം നോക്കുകയും ഇവർക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് കൊടുത്താൽ നന്നായിരിക്കുമല്ലോ, അങ്ങനെയൊക്കെയുള്ള സജഷൻസ് വെക്കുകയും. എനിക്ക് അദ്ദേഹം ഒരു ഡയറക്ടർ ക്വാളിറ്റീസ് എല്ലാം നമ്മൾ ഈ ഒരു ഇതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെയല്ല, കൂടെ വർക്ക് ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഒരു വൈബ് കിട്ടുകയാണ് സംസാരത്തിലും ഒക്കെ ആയിട്ട്. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള അവരുടെ വർക്കിൽ അവർ ഭയങ്കര പങ്ക്ച്വലാണ്. പിന്നെ രസമാണ് അവർ ആ ഗിവ് ആൻഡ് ടേക്ക് ഒക്കെ കുറച്ച് സമയമേ എങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ 2 സീനേ ഉള്ളൂ എന്നുള്ളത്. നമ്മളത് അത്രയേ ഉള്ളൂ വെച്ചിട്ട് നമ്മൾ മാറി നിൽക്കുക ഒരിക്കലും അതിൻ്റെ ആവശ്യം. കാരണം വേറൊന്നുമില്ല, ഏതൊരു ആക്ടറിനെ സംബന്ധിച്ചും ഒരു ആക്ട്രസിനെ സംബന്ധിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വേഷം അതെത്ര ചെറുതാണെങ്കിൽ പോലും ആ ഒരു ക്രൂ ഒന്ന് ആലോചിച്ച് നോക്കി. ഫോർ എക്സാമ്പിൾ കബനി എന്ന് പറയുന്ന വ്യക്തി ആ സിനിമയിൽ അത് 2 ദിവസം ഉള്ളൂ കേട്ടോ ഷൂട്ട്. വിനായകൻ്റെ പേരാണ്, വളരെ ചെറിയ സീൻസേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ചെയ്താൽ മതി എന്നൊരു രീതിയിൽ ഒരാൾ പറഞ്ഞാൽ പോലും വേണ്ട എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് നഷ്ടബോധമായിരിക്കും. അല്ലേ? പക്ഷെ മമ്മൂട്ടി കമ്പനി ഒരിക്കലും അങ്ങനെ പറയില്ല. അല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ട. നമ്മളെപ്പോഴും ചെറുതായാലും വലുതായാലും ആസ് ആൻ ആക്ട്രസ് നമ്മളത് ചെയ്യണം തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരിക്കലും കളങ്കാവൽ എന്ന് പറഞ്ഞ മൂവി മമ്മൂക്ക ചെയ്യില്ലല്ലോ. അയാളൊരു വെല്ലുവിളി അത് ഏറ്റെടുത്തു. അതിൻ്റെ ഒരു സക്സസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള മമ്മൂക്കയുടെ ഒരു കൊതിയാണല്ലോ, ആർത്തിയാണ്. അല്ലെങ്കിൽ വിനായകന് നായകനായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂക്കയുടെ ഒരു മനസ്സിൻ്റെ വിശാലതയാണ് അവിടെ കാണുന്നത്. ഒരു ആക്ടറിനുപരിയായിട്ടൊരു മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള
അതൊക്കെ വലിയ ഭയങ്കര റെസ്പെക്റ്റഡ് ആണ് അത്. മൂവി കണ്ടായിരുന്നോ? കണ്ടു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച്, മമ്മൂക്കയും വിനായകൻ സാറും ഒന്നുമില്ലായിരുന്നു. നിങ്ങളൊക്കെ ആയിരുന്നു രാഗം തിയേറ്ററിൽ വനിത. നിങ്ങളിവിടെ വനിതാ വിനിതയിലാണ് പോയത്? ഓക്കെ. അത് വലിയൊരു എക്സ്പീരിയൻസ്. അന്ന് ഡയറക്ടറും ജിതിൻ സാറും റൈറ്ററും എല്ലാവരും ഉണ്ട്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഓക്കെ. റോഷാക്കിന്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതിലെന്ത് ക്യാരക്ടർ ആയിരുന്നു? എനിക്ക് ഓർമ്മയില്ല, ഞാൻ കണ്ടതാണ്. അതിൽ ഒന്നാമത് എൻ്റെ പ്രശ്നം വെച്ചാൽ ആ ക്യാരക്ടർ റോൾസ് ആണ് ചെയ്യുന്നത് എപ്പോഴും. അപ്പൊ ക്യാരക്ടർ റോൾസ് ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കുക അത് തന്നെയാണെന്നാ. പക്ഷെ എവിടുന്ന് ഒരു പെണ്ണുങ്ങളെ കൊണ്ട് ചിരുത്തി അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവുക. പല സെറ്റിൽ നിന്ന് എനിക്ക് അങ്ങനെ അനുഭവമുണ്ട്. വേറെ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാനൊരു ഉമ്മയായിട്ട് അഭിനയിച്ചത്. അതിലൊരു പർദ്ദയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ. അപ്പോൾ പലരും ഡയറക്ടർ പോലും അത് ഏതോ ഒരു താത്ത വന്നു എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാൻ ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പരിചയപ്പെടുത്തുമ്പോഴാണ് നമ്മളതാക്കുക. അല്ലാതെ നമ്മൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെയാണ് റോഷാക്കിലും. പിന്നെ ബിന്ദു പണിക്കരുടെ മകളായിട്ടാണ് ചെയ്യുന്നത്, കോട്ടയം നസീർ ഖാൻ്റെ വൈഫായിട്ട്, അവരുടെ പെങ്ങളായിട്ട്. നല്ല വേഷമായിരുന്നു. ജഗദീഷ് ചേട്ടൻ്റെ ഒക്കെ കൂടെ കൊല്ലുന്ന സമയത്തൊക്കെ ഒരുമിച്ച് ചേട്ടനെ തല കാണാനില്ല എന്നൊക്കെ പറയുന്നത്. ആ ഒരു ഷെഡ് കത്തിക്കുമ്പോഴും നിങ്ങളാണ് ദേഷ്യപ്പെട്ട് അല്ലേ? ആ കഥാപാത്രത്തിന് അങ്ങനെ ഒരു ഉയർച്ച ഉണ്ടോ ചോദിച്ചാൽ അങ്ങനെയില്ല അതില്. പിന്നെ അത്രേ വേണ്ടു ആ കഥാപാത്രം, അതുകൊണ്ടാണ്. പിന്നെ ഒരു മുഴുനീള കഥാപാത്രമൊക്കെ ചെയ്ത സിനിമകളൊക്കെ OTT റിലീസും അങ്ങനെയൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തിയേറ്റർ റിലീസായിട്ട് ആളുകൾ നമ്മളെ കണ്ട് അവരിഷ്ടപ്പെട്ട് വരണം. ജനങ്ങളുടെ മനസ്സിൽ നമ്മൾ സ്ഥാനം പിടിച്ചാൽ മാത്രമേ നമ്മൾ എത്ര വലിയ ആർട്ടിസ്റ്റായിട്ടും കാര്യമുള്ളൂ. അപ്പോൾ മമ്മൂക്ക തന്നെ കണ്ടില്ലേ, എത്ര മുന്നേ ഉള്ള ആർട്ടിസ്റ്റാണ്. അവർ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് മമ്മൂക്കേനെ ലാലേട്ടനൊക്കെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് ആ മുഖവും അവരുടെ സ്വരവും എല്ലാം, അങ്ങനെയാണ് നമ്മൾ ആർട്ടിസ്റ്റായിട്ട് മാറുള്ളൂ. അതും ഒരു വലിയ ഘടകമാണ്. അല്ല, ഞാൻ ഇപ്പോൾ വീണ്ടും കളങ്കാവലിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്നാലും കുഴപ്പമില്ല. കളങ്കാവൽ എന്നുള്ള സിനിമ ഒരു സ്ലോ ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും അതിശയം തോന്നിയത്, നമ്മൾ ഇത്ര കാലം നായകൻ എന്ന് പറഞ്ഞ് പ്രതിഷ്ഠിച്ച ഒരു വ്യക്തി മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഗോപി, ദിലീപ് ഏട്ടൻ, അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് നായക പദവിയിലിരുന്ന് അവർക്ക് തല്ല് കിട്ടുമ്പോൾ നമ്മൾ വിഷമിക്കും. പക്ഷെ ഫസ്റ്റ് ഡേ ഞങ്ങൾ ആ മൂവി കാണാൻ പോയപ്പോൾ എന്നെ ഏറ്റവും അതിശയിപ്പിച്ച കാര്യം, അതിലെ നായകനായ വിനായകൻ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ ആയിട്ടുള്ള മമ്മൂക്ക എന്ന് പറയുന്ന അതിലെ വില്ലൻ അദ്ദേഹത്തെ തല്ലുമ്പോൾ മമ്മൂട്ടി ഫാൻസാണ് അന്നത്തെ ദിവസം തിയേറ്ററിൽ കൂടുതലുള്ളവർ. അപ്പം ഞങ്ങൾ എറണാകുളമൊക്കെ നോക്കിയ ടിക്കറ്റ് ഇല്ല, ആലുവ മാത്രമേ ടിക്കറ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെ അന്ന് അവിടെ നിന്ന് പോയിട്ട് സിനിമ കാണുമ്പോൾ ഇതിൽ മമ്മൂക്ക എന്ന് പറയുന്ന അതിലെ നായകനെ വില്ലനെ വിനായകൻ തല്ലുമ്പോൾ ഞാൻ നോക്കുമ്പോൾ തിയേറ്ററിലെ പിള്ളേരൊക്കെ ഒന്ന് ഭയങ്കര കയ്യടിയാണ്. ഞാനും പിന്നെ കൈയടിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തെ എല്ലാവരും ഇത് തന്നെയാണ്, എല്ലാവരും കൈയടി. ഭയങ്കരമായിട്ട് ആൾക്കാർ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണ് ഒരു സിനിമ കാണുന്നത് എന്നുള്ളത്. മമ്മൂക്കയെ കാണുന്നില്ലല്ലോ നമ്മളവിടെ. എക്സാക്ട്ലി. വളരെ സ്ലോ ആയിട്ടല്ലേ സിനിമ തുടങ്ങുന്നത്. നമ്മൾ ഒരു വീടിനകത്തുള്ള വേറൊരു റൂം അതുപോലെ ഇങ്ങനെ തുടങ്ങും. ഞാൻ തന്നെ സിനിമ തുടങ്ങിയോ അതുപോലെ അത്രയും നൈസായി നമ്മളെ ജീവിതത്തിനോട് നമ്മുടെ ദിവസങ്ങളോട് ചേർത്ത് വെച്ചല്ലേ ആ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ. പിന്നെ മെല്ലെ 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 കയറി കയറി നമ്മളങ്ങനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മമ്മൂക്കയുടെ ഓരോ അഭിനയവും നമുക്ക് ഭയങ്കരമായിട്ട് ഭയങ്കര കൊതിയാവുക. അഭിനയം കണ്ടി നമുക്ക് ആ രസം ആസ്വദിക്കാൻ പറ്റുക ഉള്ളതാണല്ലോ പ്രേക്ഷകൻ്റെ. മമ്മൂക്ക ഇതെങ്ങാനും കാണാനുള്ള ഇത് മമ്മൂക്ക ഉണ്ടെങ്കിൽ മമ്മൂക്കയുടെ ഒരു പ്രത്യേകതയും പറഞ്ഞുതരാം. നമുക്കൊക്കെ ഒരാളെ ആക്ടിങ് ഇഷ്ടമായി, അയാൾ മലയാള സിനിമക്ക് ആവശ്യമുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും നന്നായിട്ട് മലയാള സിനിമയിൽ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തി, ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. വേറെ മലയാളത്തിൽ ഇനിയിപ്പോൾ ആരൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി വരാനുള്ളവർ ആരൊക്കെ ഉണ്ടോ ഇങ്ങനെ ചേർത്ത് നിർത്തുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം പുള്ളിക്കാരൻ വേറൊന്നും വേണ്ട. ഇപ്പൊ കളങ്കാവലിൽ തന്നെ കുഞ്ചൻ എന്ന് പറയുന്ന കുഞ്ചൻ സാറിന് ആ ഒരു ക്യാരക്ടർ മമ്മൂക്ക ഉള്ളത് കൊണ്ട് മാത്രം കിട്ടിയതാണെന്ന് എവിടെ വേണമെങ്കിലും അടിവര ഇട്ടിട്ട് പറയാൻ പറ്റും. ശരിയാണോ ഇല്ലയോ? അവരൊക്കെ വലിയ സീനിയേഴ്സ് അല്ലേ. കാരണം പുള്ളി വിളിച്ചിട്ട് അത് ആവശ്യപ്പെടുന്ന ആൾ കൊടുക്കൂ. പക്ഷെ ആ ഒരു കുഞ്ചൻ സാറിന്റെ ആ ഒരു ഒറ്റ പ്രസൻസ് ആണെങ്കിലും അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആ നോട്ടും ഒക്കെ നമ്മളെ പല സിനിമകളിലൂടെ കൊണ്ടുപോവാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറും. അപ്പൊ അങ്ങനെ ഒരു സംഭവം കിട്ടി നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വന്നതാണ്. മാത്രമല്ല അപ്പൊ അതിലുള്ളപ്പോ എത്ര നായികമാരുണ്ട്, ഇത്രയും സ്ത്രീകളിൽ ആർട്ടിസ്റ്റുകളൊക്കെ പുതിയ ആളുകൾ ഒത്തിരി പേരുണ്ട്. പിന്നെ അതും നമ്മളെ മലയാളീസ് മാത്രമല്ല, തമിഴ്നാട്ടിലുള്ള കുറേ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള കുറേ
സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട് ആർട്ടിസ്റ്റുകളായിട്ട്. ഞങ്ങളൊക്കെ അതിൻ്റെ ടീസർ റിലീസിന് ലോഞ്ചിന് ഞങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്ത് വണ്ടിയിൽ കൊണ്ടുവരും. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും വിചാരിക്കണ്ട. ഇല്ല, 10-20 പെൺപിള്ളേർ എൻ്റെ അടുത്ത് ആക്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മമ്മൂക്കാൻ്റെ പേരായിട്ട് തന്നെ ചെയ്തേക്കുന്നത് എല്ലാവരും. ശരിക്കും ഇതിൻ്റെ അകത്ത് കമ്പനി ചെയ്തേക്കുന്നത് വിനായകൻ്റെ പേരായിട്ട്. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ നിങ്ങൾ മനസ്സിൽ തോന്നിയ അതിൻ്റെ ഒരു റോള് കിട്ടിയാൽ മതിയായിരുന്നു, അങ്ങനെയല്ല ഞാൻ ജസ്റ്റ് ചോദിക്കുന്നുണ്ട്. 20 പേരൊരെണ്ണം കിട്ടിയാൽ മതിയായിരുന്നു തോന്നിയായിരുന്നാ? ഇല്ല, എന്നെ അങ്ങനെ തന്നെയാണ് വെൽക്കം ചെയ്തേ. മമ്മൂക്കയുടെ ഇത്രയും നായികമാർ എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ എല്ലാം ഞങ്ങളെയും എന്നെ പോലും വെൽക്കം ചെയ്തത്. മമ്മൂക്ക നമ്മളെ ഒരു എന്താ പറയുക, സ്വപ്നത്തിൽ വന്ന പോലെ ഒരു റെഡ് കാർപ്പറ്റിലൂടെയൊക്കെ നടത്തിച്ച് നമ്മളെല്ലാവരെയും കൈപിടിച്ച് സ്വീകരിച്ച് ഭയങ്കര റെസ്പെക്റ്റോടു കൂടി സ്റ്റേജിലേക്ക് വരുത്തി. അവിടെ മമ്മൂക്ക, വിനായകൻ അങ്ങനെയൊരു ഇല്ല. ഞങ്ങളുടെ സിനിമ, നമ്മുടെ സിനിമ എന്നുള്ളൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു സ്നേഹമാണത്. അവിടെ ഒരു വലിയൊരു എനർജിയാണ് നമ്മളവിടെ മമ്മൂട്ടി കമ്പനിയുടെ അതിന് വാക്കുകളില്ല. അപ്പോൾ അവിടെ എനിക്കിപ്പം വിനായകൻ്റെ വൈഫല്ല, എനിക്കതിലൊരു ലൈറ്റ് ബോയോ ലൈറ്റ് അങ്ങനെയായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തതിലും ഞാൻ ഭയങ്കര പ്രൗഡാണ്. അതൊരു അഭിമാനം തന്നെയല്ലേ ശരിക്കും പറഞ്ഞാൽ. കാരണം അങ്ങനത്തെ ഒരു കമ്പനിയിൽ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ റോളാണെങ്കിൽ പോലും വലിയ റോളാണെങ്കിലും അത് നമുക്ക് ചെറിയ റോളായിരിക്കാം, പക്ഷെ നമുക്കത് ഭയങ്കര വലുതായിട്ടായിരിക്കും തോന്നുന്നത്. എല്ലാവരെയും നമുക്ക് കണ്ടില്ലേ സ്റ്റേജിലോട്ട്, ആഷിഖിനെയും അതിൻ്റെ ട്രailer കട്ട് ചെയ്തിട്ടുള്ള ചെറിയ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ള വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ വരെ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് അവരെ പരിചയപ്പെടുത്താനുള്ള ഒരു മനസ്സ് കാണിക്കുക. അവിടെയൊക്കെയാണ് ഒരു ആർട്ടിസ്റ്റ് ഗ്രേറ്റ്ഫുൾ ആവുന്നത്. സത്യം, നമ്മൾ പഠിക്കേണ്ട കാര്യം അതൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു വിജയത്തിൻ്റെ കൊടുമുടിയിലാണിപ്പോൾ കളങ്കാവൽ എന്ന് പറഞ്ഞ മൂവി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു കളങ്കാവൽ എന്ന് പറഞ്ഞ ആ മൂവിയുടെ ഇത്രയും വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ടൈമിന് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ വിനായകൻ എന്ന് പറയുന്ന നായകൻ്റെ വൈഫായിട്ട് അഭിനയിച്ച കവിനി എന്ന് പറയുന്ന വ്യക്തി എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻറ്റ്സാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും ഒരു വിജയത്തിലേക്കാണ് ആ സിനിമ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് പോലെ മമ്മൂക്കാട ഫസ്റ്റ് 100 കോടി ഇത് ലഭിക്കുമോ എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നവർ. സത്യം പറഞ്ഞാൽ എനിക്ക് അവരോട് കൂടി പറയാനുള്ളൊരു കാര്യം, വളരെ വിവരമില്ലായ്മയാണ് പറയുന്നത്. നിസ്സാര ഒരു ബഡ്ജറ്റേ ഉള്ളൂ ഇതിന്. കൂടി വന്ന ഒരു 13 കോടിയോ അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ ഒരു വിശകലനം ചെയ്തത് 7 to ഒരു 13 വരെ പോകാം. പക്ഷെ ഇന്ന് 10-നേക്കാളൊക്കെ ഒരുപാട് 2 മടങ്ങ് 3 മടങ്ങ് നേടിക്കഴിഞ്ഞു സിനിമ. അങ്ങനെ ഒരു ഹിറ്റ് ഇത്ര കാലം 2003 തുടങ്ങി കമ്പനി മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. 2004 തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു ഹിറ്റിൻ്റെ ഭാഗമാകാനായിട്ട് ഇതിനു മുന്നേ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ അഭിനയിച്ച സിനിമകളൊക്കെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഹിറ്റാണ്. കാരണം സാധാരണക്കാരായി എങ്ങനെയൊക്കെയാണോ ചിന്തിക്കുക അതുപോലെ ഞാനും അഭിനയത്തെ സ്നേഹിച്ച് സിനിമയെ സ്നേഹിച്ച് വന്നിട്ടുള്ള ആളുകൾ. അപ്പം എനിക്ക് കിട്ടിയതെല്ലാം എല്ലാം ബോണസ് എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക്. അപ്പം റോഷാക്ക് വലിയ ഹിറ്റാണ്. ഇപ്പോൾ പാതിരാത്രി നല്ല വിജയമായിരുന്നു. പിന്നെ എന്തായാലും ഞാൻ ചെയ്ത സിനിമകളൊക്കെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വലിയ രീതിയിൽ എല്ലാ ഇടങ്ങളിലും അന്യഭാഷയിലൊക്കെ സംസാര വിഷയമായ ജിയോ ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത അതിൽ ഞാൻ ഉഷ എന്ന് പറഞ്ഞ ഒരു വേലക്കാരിയായിട്ടാണ് ചെയ്തത്. അപ്പം അത് ഭയങ്കര ഹിറ്റായിരുന്നു. അതിൽ ഞാൻ പാടിയ കുറച്ച് പാട്ടുകളുണ്ട്, അതൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം അത് കമ്പനി തന്നെ പാടിയതാണോ അല്ലെങ്കിൽ ആ സിനിമയിൽ ഞാൻ പാടി അഭിനയിക്കുന്ന രീതിയിലാണ് ഇതൊക്കെ വന്നത്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ്. എല്ലാം ജനങ്ങൾ ഇതിനെ എങ്ങനെ സ്വീകരിക്കുന്നു, ഇപ്പൊ 100 കോടി കിട്ടുന്നോ അല്ലെങ്കിൽ 1000 കോടി കിട്ടുന്നോ ഉപരിയായി. അത് സത്യം പറഞ്ഞാൽ അതെനിക്ക് തോന്നുന്നത് ഈ ജനങ്ങളാണ് അത് നോക്കണത്. നമ്മളെ സംബന്ധിച്ചത്
നല്ലൊരു ക്യാരക്ടർ കിട്ടുക, ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അതെ അതെ. അതിലിപ്പോൾ ഒരാളുടെ കളറോ അല്ലെങ്കിൽ ഒരാളുടെ കാസ്റ്റോ അല്ലെങ്കിൽ ഒരാളുടെ സാമ്പത്തിക നിലയോ ഒന്നും ഒരു വിഷയമല്ല. ഒരു ഡയലോഗാണെങ്കിൽ ഒരു ഡയലോഗ്. അതിൽ മൃദുല ചേച്ചിയാണ്, മൃദുല ദേവിയാണ് അതിലെ വരികൾ എഴുതിയത്. ഒരു പാട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രണ്ടു പേര് പാടിക്കും. അതിങ്ങനെ ഞാനിങ്ങനെ അടിച്ചൊക്കെ വാരിയിട്ട് ഇങ്ങനെ പാടുന്നതാണ്. അത് ഷൂട്ടിന്റെ തലേന്നാണ്. ചൂലുവാണോ? നോ, അത് ഷൂട്ടിന്റെ തലേ വേണമെങ്കിൽ ഞാൻ ചൂലെടുക്കാം. എനിക്ക് ചൂലെപ്പോഴും എനിക്കൊരു ആയുധമാണ്. അപ്പം ഷൂട്ടിന്റെ തലേന്നാണ് അത് നമുക്ക് അയച്ചു തരുന്നത്. ജിയോ ചേട്ടൻ പഠിക്കാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ എന്താ പഠിക്കാലോ. പിന്നെയാണ് അറിയുന്നത് അതൊരു വേറൊരു ഭാഷയിലുള്ള ഒരു പാട്ടാണ് എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെയാണ്. ചെമ്രാന്തമീരയാണ് പെണ്ണിൻ്റെ ചേരപ്പച്ചിലാണ്, തുറ്റാവ് നീണ്ടതാണ് പെണ്ണിൻ്റെ മേലിന്തി ചിലാണ്, കൂലം വരണ്ടെത്തി വല്ലിയം കാരത്തി മലവേരു വയ്ക്കൂലോ ചേതമ്പ വയ്ക്കൂലോ രാരിക്കും രാരാരോ രാരിക്കും രാരാരോ രാരിക്കും രാരാരോ രാരിക്കും. ചെമ്രാന്തമേരയാണ് പെണ്ണിൻ്റെ ചേരപ്പ ചിലാണ്, തുറ്റാവ് നീണ്ടതാണ് പെണ്ണിൻ്റെ മീലിന്തി ചിലാണ്. ഇതൊരു ദളിത് നന്നായിട്ട് ആസ്വദിച്ചു. എന്താ കാര്യം എന്നറിയോ? നല്ല വോയിസാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല വോയിസ്. കാരണം ഇപ്പോൾ വീണ്ടും കളങ്കാവിലേക്കൊന്ന് പോകണേന്, വേറൊന്നും കൊണ്ടല്ല. കളങ്കാവിലൊരു പാട്ട് ഭയങ്കര ഹിറ്റായി. ആ ചേച്ചി സ്വപ്നത്തിൽ, നിങ്ങളുടെ നാട്ടുകാർ എന്തോന്ന് തോന്നുന്നു, കോഴിക്കോടല്ലേ, അവർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അവർക്ക് അങ്ങനെ ഒരു ഹിറ്റാവുന്നു. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി കേട്ടോ. നന്നായിട്ട് പാടി. അത് ഗ്രേറ്റ് ഇന്ത്യ കിച്ചല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കുറച്ചുകൂടെ സ്ത്രീകൾക്ക് പ്രാമുഖ്യം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയായിരുന്നു. സ്ത്രീ എങ്ങനെയാണ് കുടുംബത്തിനകത്ത് നിന്ന് പുറത്ത് കടക്കേണ്ടത് എന്നുള്ളൊരു വലിയൊരു മെസ്സേജ് നൽകുന്നൊരു സിനിമയായിരുന്നല്ലോ. അതിൻ്റെ പാർട്ടാവാൻ കഴിഞ്ഞതിലൊക്കെ വളരെയധികം. അല്ല, നിങ്ങളിപ്പോൾ ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ റോഷാക്കാണെങ്കിലും പാതിരാത്രി ആണെങ്കിലും കുഞ്ചാക്കോ ബോബൻ്റെ കൂടെ അല്ലേ? പാതിരാത്രിയിൽ പിന്നെ നവ്യ നായരും രതീന മാമിൻ്റെ പുഴു സിനിമ, അതിലൊത്തിരി ആർട്ടിസ്റ്റുണ്ട്. ചാക്കോച്ച ഇല്ല, അത് നല്ല. ഞാൻ ആ സിനിമ കാണാൻ പറ്റില്ല കേട്ടോ. കാരണം അത് ഞങ്ങൾ കാണണമെന്ന് ഇങ്ങനെ വെച്ചു. കാരണം നല്ല മൂവിയാണെന്ന് ഇങ്ങനെ കേട്ടായിരുന്നു. അത് കണ്ടു. പിന്നെ പ്രത്യേകിച്ച് അതിന്റെ ഡയറക്ടർ, കാരണം പുഴു കഴിഞ്ഞിട്ട് ചെയ്യുന്ന, പുഴു പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷക പ്രശംസ നേടിയ ഒരു സിനിമയാണ് പുഴു എന്ന് പറയുന്നത്. അതും നല്ലൊരു. പുഴുവില് ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ പിന്നെ എൻ്റെ നാട്ടുകാർ പലരും, ശശിയേട്ടനൊക്കെയാണ് അതിൽ ലീഡ് റോൾ ചെയ്തത്, പാർവതിയുടെ ഹസ്ബൻഡൊക്കെ ആയിട്ട് അഭിനയിച്ച്. അപ്പം അതൊക്കെ എനിക്ക് വളരെ പ്രൗഡാണ്. പിന്നെ അന്ന് മുതൽ രതീന മാമിനെ എനിക്ക് ആദ്യമേ അറിയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി നമുക്കൊരു കഥാപാത്രം വരുന്നത്, അതിലുള്ളൊരു കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു പോലീസ് സ്റ്റേഷനാണ്. അതും ഈ പറഞ്ഞ പോലെ ആദ്യമേ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഉണ്ടായിട്ടുള്ളതല്ല. അവർ ലൊക്കേഷൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പ്രദേശത്തുണ്ടായ അങ്ങനെ ഒരു പോലീസുകാരെത്തി. പിന്നെ സ്വന്തമായിട്ട് ബസ്സൊക്കെ പിടിച്ച് ആരുടെയെങ്കിലും ബൈക്കിലൊക്കെ കയറിയിട്ട് പോകുന്ന പോലീസുകാരെത്തി. അവിടെ ഉണ്ടാകുന്ന ഒരു കോമിക് സിറ്റുവേഷൻ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കള്ളനെ ആക്സിഡൻ്റലി കയറി പോവുകയാണ് കള്ളൻ്റെ ബൈക്കിൽ, ഒന്ന് നിർത്തണേന്ന് പറഞ്ഞിട്ട്. പിന്നീട് അങ്ങനെ അവരറിയില്ലായിരുന്നു കള്ളനാണെന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു സ്റ്റോറി, നല്ല രസകരമായിട്ട്. അതിലാകെ ഒരു കോമിക് സിറ്റുവേഷൻ ഉള്ളത് എൻ്റെ ക്യാരക്ടറിനാണ്. മനസ്സിലായി. അതിൻ്റെ ഇടയിൽ ആക്ടിങ് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിൽ ഒരുപാട് കുട്ടികൾക്ക് ആക്ടിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു കേട്ടോ, എനിക്ക് അറിയില്ല. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞങ്ങൾ കോഴിക്കോട് അങ്ങനെ ഒരു ഗ്രൂപ്പുണ്ട്. കോഴിക്കോട് മാത്രമല്ല, KV വിജേഷ് എന്ന് പറഞ്ഞൊരു നാടക പ്രവർത്തകനുണ്ട്. അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പാണ് അത്. അപ്പം അതിൽ കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ, നാടകത്തിൻ്റെ ബേസിക് സാധനങ്ങളും ക്യാമ്പുകളാണ് നടത്തുന്നത്. ഇപ്പോൾ അത് സിനിമകളിലേക്കും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഞാനൊരു നാടകം സംവിധാനം ചെയ്യും. ഞാൻ പഠിച്ചത് നാടകമാണ്, കാലടി യൂണിവേഴ്സിറ്റിയിലാണ് MA ചെയ്തത്. അപ്പം അങ്ങനെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, കോഴിക്കോട് നാടകക്കാരുടെ ഒരു ഗ്രൂപ്പുണ്ട് വലിയ. ശാന്തേട്ടനെ, ശാന്തകുമാർ പോലുള്ള ശാന്തേട്ടൻ്റെ ഇപ്പം മധുര കണക്ക് എന്ന് പറഞ്ഞ സിനിമ ഇപ്പം റിലീസായി. അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല. അപ്പം
അങ്ങനെ ഇപ്പോൾ നാടകത്തിൽ നിന്ന് വരുന്നവരെല്ലാവരും തന്നെ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിലെ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് നാടകവും സിനിമയും ഒരേപോലെ കൊണ്ടുപോകുന്ന ഒരു സജീവ പ്രവർത്തനം കോഴിക്കോട് നടക്കുന്നുണ്ട്. എനിക്ക് ചെറിയൊരു എൻ്റെ അറിവില്ലായ്മയാണോ എന്ന് എനിക്കറിയില്ല. മലയാള സിനിമ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ കോഴിക്കോട് ഒരുപാട് കലാകാരന്മാരെ സംഭാവന ചെയ്ത ഒരു സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത്, ഒരുപാട് മലയാള സിനിമക്ക്. പിന്നെ അതിങ്ങനെ പതുക്കെ ഒന്ന് ഡൗൺ ആയി. എറണാകുളത്തേക്ക് എല്ലാവരും ചേക്കേറി, എറണാകുളത്ത് തന്നെ ഒരുപാട് ആൾക്കാരായി. അതിനിടയിൽ എറണാകുളത്തേക്ക് വരുന്നതിന് മുമ്പേ കുറച്ച് ട്രിവാൻഡ്രം, വളരെ കാലങ്ങൾക്ക് മുമ്പ് കൊല്ലം, അങ്ങനെ കുറച്ച് വന്നായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് കോഴിക്കോട് ഇപ്പോൾ ഒരുപാട് കലാകാരന്മാർ കോഴിക്കോട് നിന്ന് ഉയർന്നു വരുന്നവരുണ്ട്. കാരണം ഒത്തിരി ഇപ്പം എൻ്റെ പല സുഹൃത്തുക്കളും ഉണ്ട്. അതിലിപ്പോൾ ഒരാളെ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. 2004 സിനിമയിലേക്ക് വന്നു. ഫസ്റ്റ് ചെയ്ത സിനിമ ജയരാജ് സാറിൻ്റെ ഗുൽമോഹർ. ജയരാജ് സാറ് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന, നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഡയറക്ടറാണ്. പക്ഷെ എനിക്ക് ഇന്നുവരെ കാണാൻ സാധിച്ചിട്ടില്ല. പുള്ളിയുടെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ ത്രസിപ്പിച്ചിട്ടുള്ളൊരു ഡയറക്ടറാണ് ജയരാജ് സാർ. പിന്നീടാണ് പുള്ളിക്കാരൻ ടോട്ടലി ചേഞ്ചായി അവാർഡ് ഓറിയൻറ്റഡ് സബ്ജക്റ്റിലേക്ക് മാറുന്നത്. അദ്ദേഹത്തിൻ്റെ ജോണി വാക്കർ എന്ന് പറഞ്ഞ സിനിമ ഇന്നും അതിലെ പാട്ടെല്ലാം ഭയങ്കര ഹിറ്റ് സോങ്ങാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടി. എന്താണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ആ ഒരു സിനിമയുടെ? ഗുൽമോഹറിലാണ് ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്ന സമയത്ത് അതിൽ എൻ്റെ കഥാപാത്രം ഞാനുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വ്യക്തിപരമായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതിലെത്തിപ്പെടുന്നത്. അതിനൊരു സല്യൂട്ട് പറയേണ്ട എൻ്റെ അച്ഛനും അമ്മയ്ക്കാണ്. അച്ഛനൊരു നെക്സലൈറ്റ് പ്രസ്ഥാനത്തിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാവരും, ഞാനും അമ്മയും ഒക്കെ. അപ്പോൾ അതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഒരു നെക്സലൈറ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരു ആളിനെ പോലീസ് അറിയാതെ ഒരാളെ കൊന്നുപോവാണ്. അപ്പം പ്രതിയല്ലാത്ത ഒരാൾ അറിയാതെ കൊന്നുപോവാണ്. അപ്പോൾ ആ കൊല ചെയ്യപ്പെട്ട ആളിൻ്റെ മോളായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് വിജയേട്ടനാണെന്ന് തോന്നുന്നു, വിജയൻ വി നായർ. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ ഒരു കുട്ടീനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇത് തന്നെയായിട്ടുള്ളൊരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഇവിടെ കബനി ഉണ്ടല്ലോ, നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ഹരിദാസേട്ടൻ്റെ മോള് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്നു രഞ്ജിത്ത് സാറും ഞാനും സീനത്തേച്ചിയും തമ്മിലൊരു കോമ്പിനേഷൻ, സീനത്തേച്ചിൻ്റെ മകളായിട്ട് കോമ്പിനേഷൻ അച്ഛനെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളൊരു ഇമോഷണൽ സീനാണ്. അത് വളരെ ഗംഭീര. സാറ് വലിയ ഡയറക്ടറാണെന്നൊന്നും നമുക്ക് തോന്നില്ല. നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് നമ്മളോട് നന്നായി സംസാരിക്കും. നീ എന്തൊക്കെയാ, അതിപ്പോഴും ആ ബന്ധമുണ്ട്. ഇപ്പോഴും നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കും, എടി വാ നിനക്ക് ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ലേ, വാ അസിസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ പറയും. ഭയങ്കര സ്നേഹമാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഈ അടുത്ത് അവൾ എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ വേറൊരു സിനിമയിൽ സുരഭി ലക്ഷ്മിയുടെ അനിയത്തിയായിട്ട് ഒരു വേഷം ചെയ്തു. അത് സംസാര ശേഷിയില്ലാത്ത, ചെവിയൊന്നും കേൾക്കാത്ത ആളുകളായിട്ടാണ് ഞങ്ങളെല്ലാവരും അതിൽ അഭിനയിക്കുന്നത്. അത് ചെയ്തു. പിന്നെ വീരം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കുനാൽ കപൂറൊക്കെ അഭിനയിച്ച ഒരു ബിഗ് ബജറ്റ് മൂവി, അതിൽ പിന്നെ അതും അങ്ങനെ തന്നെ ഒരു തിയേറ്ററിക്കലായിട്ടുള്ളൊരു മൂവിയായിരുന്നു. അതിലും നായിക കഥാപാത്രത്തിന് ഞാനാണ്, എൻ്റെ ശബ്ദമാണ് ഉപയോഗിച്ചത്. അത് പക്ഷേ എന്നെ വിളിച്ച് പേഴ്സണലായിട്ട് കബനിയാണ് ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അതിനും ഞാനിങ്ങനെ ഓഡീഷന് പോയി സൗണ്ട് കൊടുത്തു നോക്കി. അങ്ങനെയാണ് അത്. പിന്നെ അതിൽ എനിക്ക് സെലക്ഷൻ കിട്ടി. ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്, ട്രിവാൻഡ്രത്ത് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അയ്യോ ഇത് എൻ്റെ കമ്പനിയായിരുന്നു അതെന്ന് ചോദിക്കുന്നത്. അപ്പം എൻ്റെ കമ്പനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം സാറ് ചെറുതിലല്ലേ, കുഞ്ഞായാലാണ് ഞാൻ മറ്റേ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കണായിരുന്നു? +1 എങ്ങാനാണ്. ചെറിയ പ്രായം 2002 ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ 2002. കുഞ്ഞു പ്രായത്തിലാണ് +1 +2 സമയത്ത് എങ്ങനെയാണ് ആ സിനിമ ഉണ്ടാവുന്നത്, എൻ്റെ ഓർമ്മ. അപ്പോൾ പിന്നെ എനിക്ക് അത് ഭയങ്കര എനിക്ക് സഹായകമായി. എൻ്റെ ഡബ്ബിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഡബ്ബിങ് ചെയ്യണം സാർ ഇങ്ങനെ പറഞ്ഞുതരുമല്ലേ, അങ്ങനെ ഒതുക്കി പറയൂ, തിങ്സ് ഇടുമ്പോൾ കുറച്ച് കൂട്ടി തന്നെ പറയണം, എന്നാലേ അത് നിങ്ങളത് കണ്ടാൽ അറിയാം. സിനിമ ടീച്ചറൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം അത്രത്തോളം പ്രാധാന്യമുണ്ട് അതിലോരോ സീക്വൻസിനും ഡബ്ബിങ്ങിന്. അതൊക്കെ വലിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്ന ഓരോരോ എന്താ പറയുക,
ഓരോ ഭാഗ്യങ്ങളാണ്. തീർച്ചയായിട്ടും. പിന്നെ കാരണം നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് അത്രയും വലിയൊരു ഡയറക്ടർ കൂടെയൊക്കെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടറാണ്. ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡയറക്ടർമാരുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നു ജയരാജ് സാറിൻ്റെ ഒക്കെ അന്നത്തെ സിനിമ ഹൈവേ, പറഞ്ഞ പോലെ ജോണി വാക്കറിലേക്ക് പാട്ടുകളൊക്കെ ഇന്നും ഭയങ്കര ഇഷ്ടം. അന്ന് ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയമാണ് ഈ പറഞ്ഞ പോലെ. അന്ന് പ്രഭുദേവ് എന്തോ വന്നിട്ടാണ് അതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത് ജോണി വാക്കറിൽ. അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര ഒരു അതിശയോക്തിയായിരുന്നു ജയരാജ് സാറ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. ഇന്നും മുഖ്യധാര സിനിമയിലേക്ക് നല്ലൊരു കൊമേഴ്ഷ്യൽ മൂവി ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പുള്ളി പിന്നെ മമ്മൂക്കയുടെ കൂടെ ജയരാജ് സാർ ഒരുപാട് സിനിമയിൽ ചെയ്തല്ലോ. ജോണി വാക്കറിൽ പറഞ്ഞ പോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മമ്മൂക്കയുടെ എന്നും. ഇപ്പോൾ വീണ്ടും അങ്ങനെ ഞാൻ കേട്ടായിരുന്നു, പക്ഷെ അത്രത്തോളം അത് ക്ലിയർ ആണെന്ന് അറിയില്ല. അതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. പുള്ളിക്ക് താല്പര്യമുണ്ടെന്നൊക്കെയാണ്, ജയരാജ് സാറിന് താല്പര്യമുണ്ടെന്നൊക്കെ അങ്ങനെ കേട്ടായിരുന്നു. അതാണ് ജയരാജ് സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എൻ്റെ സിനിമയിൽ എൻ്റെ ഗുരുവാണ് ജയരാജ് സാറാണ്. ജയരാജ് സാറിൻ്റെ വർക്കിലാണ് നമ്മൾ എം.ജെ. രാധാകൃഷ്ണൻ സാറിൻ്റെ ക്യാമറയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അന്ന് സാർ ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ചുവന്ന കണ്ണും ഭയങ്കര രസമല്ലേ കാണാൻ. അല്ല, വലിയൊരു ഭാഗ്യമില്ലേ അത്. സത്യം പറഞ്ഞാൽ അത് നമ്മുടെ തുടക്കം തന്നെ രണ്ട് ലെജൻസ് ബിഹൈൻഡ്, അതായത് ബിഹൈൻഡ് ക്യാമറ നിൽക്കുന്ന ഡയറക്ടറും ക്യാമറമാനും രഞ്ജിത്ത് സാറിന്റെ കൂടെ അഭിനയിക്കുക. സീനത്തേച്ചിന്റെ ഒക്കെ നാടകക്കാരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ടേഴ്സാണ് ഇവരെല്ലാവരും. രഞ്ജിത്ത് ചേട്ടനായാലും സാർ, ഇവരെല്ലാവരും തന്നെ ഭയങ്കര. പ്ലസ് ടു പഠിക്കുമ്പോൾ ഗുൽമോഹർ ചെയ്തു. സെക്കൻഡ് മൂവി എപ്പോഴായിരുന്നു? കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പരുന്ത് അഭിനയിച്ചിട്ടുണ്ട് സിനിമ മമ്മൂക്കയുടെ കൂടെ. നിങ്ങൾ മമ്മൂക്കാന്റെ കൂടെ ഇപ്പൊ കുറെ സിനിമയിലായല്ലോ. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നോണ്ട് വെച്ചാൽ കുറച്ചെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഒരു സീനിലൊക്കെ ഒരു ഡയലോഗ് പറയാൻ കിട്ടിയാലേ അത് പരുന്തിൽ മാത്രമേ ഞങ്ങൾ ഒരു സീനിലുള്ളൂ. എന്നെ മനസ്സിലാവുന്നില്ല. ഞാനൊരു നേഴ്സായിട്ട് എൻ്റെ ക്യാരക്ടർ അവിടെ എത്തുമ്പോൾ മാറിപ്പോയി. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. അവിടെ എത്തുമ്പോൾ നമ്മളെ ക്യാരക്ടറൊക്കെ മാറിപ്പോവും ചിലപ്പോൾ. എന്നാലും ഞാൻ വേഗം പോയി നിന്നു. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ കുത്ത് കിട്ടിയിട്ട് ഇങ്ങനെ വരുന്നൊരു സീനായിരുന്നു. അപ്പോൾ കുത്ത് കിട്ടിയിട്ട് മമ്മൂക്ക പിന്നെ ഇങ്ങനെ ഞാൻ വേറെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനും മമ്മൂക്കയുടെ ഒരു പ്രത്യേക എനർജി അല്ലേ. പിന്നെ നമ്മൾ കുഞ്ഞിലേ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ ഒരു പേഴ്സണ് പെട്ടെന്ന് ഇങ്ങനെ മുമ്പിൽ വരുമ്പോൾ നമ്മളാകെ വണ്ടറായി പോകും. ജീവനോടെ വരുമല്ലേ ഒരാളിങ്ങനെ. തീർച്ചയായിട്ടും. നമ്മൾ സാധാരണക്കാരെപ്പോഴും അങ്ങനെ ആയിപ്പോകുമല്ലോ. എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ കുത്ത് കിട്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര പെയിൻഫുള്ളായിട്ട് ശരിക്കും കുത്ത് കിട്ടിയ പോലെയാണ് അഭിനയിച്ച് വരുന്നത്. അങ്ങനെ ഫീൽ ചെയ്യാം നമുക്ക്. അങ്ങനെ വന്ന് അടുത്ത് എന്നോട് ഡയലോഗ് എന്താ പറ്റിയത് എന്നൊക്കെ ചോദിക്കണമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കണ്ണിലേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു, ഡയലോഗ് പറയടീ എന്നിങ്ങനെ പറയുന്നത്. അങ്ങനെ പല്ലിങ്ങനെ ഞെരിച്ചിട്ട് ഡയലോഗ് പറയടീ പറയുന്നത്. ഒന്നും കൂടെ നോക്കിയിട്ട് ഒന്നുകൂടെ പറയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ പറ്റിയത് ഞാൻ ചോദിച്ചു. ആ ഒരു സമയത്ത് മാത്രമേ എനിക്ക് മമ്മൂക്കനെ ഒന്ന്. പിന്നെ റോഷാക്കിലാണ്. മമ്മൂക്കാനായിട്ട് നേരിട്ട് റോഷാക്കിൽ കണ്ടായിരുന്നു സെറ്റില്. നമ്മളോട് സംസ്ഥാനമൊക്കെ പറയണോ പുള്ളിക്ക് ഓർമ്മ വന്നാ ഇല്ലെന്ന്. അന്ന് നമ്മളെ പിരിച്ചുവിടുമല്ലോ. ഒരഭിനയിച്ചിട്ട് അപ്പോൾ നമ്മൾ മൈക്കൊക്കെ എടുത്ത് കമ്പനി പോവാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാം പിരിച്ചു. അപ്പം ഞാൻ മമ്മൂക്ക ഞാനിങ്ങനെ പരുന്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഓർമ്മയുണ്ടോ? മമ്മൂക്ക ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവാം, പക്ഷേ നമുക്കതല്ലേ മമ്മൂക്കനെ ഓർമ്മ. നമ്മൾ ലൈഫ് ലോങ് നമ്മളത് ആലോചിക്കല്ലോ ആ നിമിഷങ്ങളൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷം അത്. പിന്നെ വിധേയനൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര, അന്ന് കുഞ്ഞിലൊക്കെ നമ്മൾ അത്തോളി തിയേറ്ററിൽ, ഇപ്പോൾ തിയേറ്റർ ഇല്ല, അച്ഛനാണ് എന്നെ സിനിമ കാണിക്കാൻ കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വില്ലൻ വേഷവും ഇതൊക്കെ ഇപ്പോഴും അന്നൊക്കെ ഒരാഴ്ചയോളം ഞാൻ ഞെട്ടി എണീറ്റിട്ടുണ്ട് അതൊക്കെ കണ്ടിട്ട്. പക്ഷെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങേര് തന്നെയാണോ ഇതൊക്കെ ചെയ്തതെന്ന് നമുക്ക് തോന്നും. അതൊരു കഥാപാത്രത്തിലേക്കുള്ളൊരു പരകായ പ്രവേശം ഭയങ്കര രസമാണ് മമ്മൂക്കയുടെ എല്ലാം. എൻ്റെ അച്ഛനൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു ഇപ്പോഴല്ല, ആ സമയത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അമരം സിനിമ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിരുന്നു. അതിൽ മുത്ത് ആ അച്ഛനും മകളും തമ്മിലെ കോമ്പിനേഷൻ എനിക്ക് എൻ്റെ അച്ഛനെയും എന്നെയും തന്നെ തോന്നുമായിരുന്നു. മമ്മൂക്കയുടെ കണ്ണൊക്കെ നിറയുമ്പോൾ ഞാനും ഇരുന്ന് കരയായിരുന്നു. എനിക്ക് ഭയങ്കര ചോറ് കൊട്ടി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ സീനുകളൊക്കെ ഭയങ്കര റിലേറ്റ് ചെയ്യും. പല കഥാപാത്രങ്ങളും കൊത്തുന്നതും മമ്മിയിലിട്ട് അരയ്ക്കുന്നതും ഒക്കെ എൻ്റെ അച്ഛനെ എനിക്ക് എപ്പോഴും ഇങ്ങനെ കാണുമായിരുന്നു. അതിൻ്റെ ഓരോ ബോഡി ലാംഗ്വേജിലൊക്കെ എന്ത് തൊഴിലും എടുക്കാൻ സന്നദ്ധമാണല്ലോ അദ്ദേഹം. കഥാപാത്രമാവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുമല്ലോ. പുട്ടൂർ മീസും ഒക്കെ തന്നെ. ഗുൽമോഹർ കഴിഞ്ഞു, അതിനുശേഷം
പിന്നെ അടുപ്പിച്ച് കുറേ സിനിമകൾ വന്നു, കാരണം ആ ഒരു ഏജ് ആ സമയത്ത്? ഇല്ല, ഞാൻ തിയേറ്ററിൽ തന്നെ വർക്ക് ചെയ്തത്. ഞാനും സുരഭി ലക്ഷ്മിയൊക്കെ ഗുൽമോഹറിലാണ് ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ അതിൽ ഫോക്കസ് ചെയ്തത് സിനിമയിൽ തന്നെയായിരുന്നു. ഞാൻ നാടകത്തിനെ ഫോക്കസ് ചെയ്തു. നാടകം, ഡയറക്ഷൻ, കുട്ടികളെ അവരെ പ്രൊമോട്ട് ചെയ്യുക, അവരെ കൊണ്ടൊരു അഭിനയം പഠിപ്പിക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ സ്ട്രീറ്റ് ഡ്രാമ അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. സിനിമകൾ വരുമ്പോൾ മാത്രം ചെയ്തു, അതിൻ്റെ പിറകെ പോയില്ല. ഇപ്പം ഇങ്ങനെ മേക്കപ്പ് ചെയ്തിരിക്കുക ഇങ്ങനൊന്നും എൻ്റെ അജണ്ടയിലും ഇല്ല. പക്ഷേ ഇതൊക്കെ ഇൻഡസ്ട്രീൻ്റെ ഭാഗമാണ്, ഇതൊക്കെ സിനിമ ആവശ്യപ്പെടുന്നതാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു കഥാപാത്രം, ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്യുന്നൊരു മൂവി വന്നത്. പിന്നെ ഫ്രീഡം ഫൈറ്റ് എന്ന് പറയുന്ന ജിയോ ചേട്ടൻ്റെ വേറൊരു മൂവിയിൽ ഫ്രീഡം ഫൈറ്റ് അതിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ 2 കഥാപാത്രമായിട്ട്. ജിയോ സാർ എങ്ങനെയാണ്? ചേട്ടൻ എനിക്ക് ആദ്യമേ പരിചയമുള്ള വ്യക്തിയാണ്. പുള്ളി കോഴിക്കോട് തന്നെയാണോ? അദ്ദേഹം കൊല്ലത്താണ്. ഇപ്പം എറണാകുളവും കോഴിക്കോടൊക്കെ ആയിട്ട് നിൽക്കുന്നു. ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ സ്ഥലവും കാലവും ദൂരവും പ്രദേശം. നിങ്ങളുടെ നാട്ടിൽ ഉള്ള ഒരു വ്യക്തി നമ്മളിവിടെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ജിൻഡോ. കോട്ടയാണ് തോന്നുന്നു ചേട്ടൻ. ജിൻഡോ. അറിയാം. ഇരുനിറത്തിന്റെ ഡയറക്ടർ. അറിയാം. ഞാൻ ഇരുനിറത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ടീച്ചറായിട്ട്. അത് ശരിയാ. ജിൻഡോ ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ജിൻഡോ സ്റ്റുഡിയോ തന്നെ വന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ബന്ധം വർഷങ്ങളായിട്ടുള്ള ബന്ധം. ഞങ്ങളുടെ സിനിമക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുള്ളിയെ വിളിച്ച് വരുത്തിയിട്ട് ഞങ്ങളിവിടെ റൂമൊക്കെ എടുത്ത് കൊടുത്ത് അങ്ങനെ ചെയ്തതായിരുന്നു. കാലടിയിൽ വന്നു, ഗുൽമോഹർ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നേരെ പഠിക്കാൻ ഉള്ള ഇതിൽ കാലടി ശങ്കരാചാര്യ കോളേജ് അല്ലേ, അവിടെ വന്നു. ഞങ്ങളവിടെ വന്നത് ഒരു സിനിമയുടെ പൂജയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ വെച്ചിട്ടായിരുന്നു ചങ്ക്സ് എന്ന് പറഞ്ഞൊരു മൂവി. ഓർമ്മയുണ്ട്? ആ സമയത്ത് ഉണ്ട് അവിടെ ഉണ്ടല്ലേ? കോളേജിലുണ്ട് ആ സമയത്ത്? കോളേജിലുണ്ട്. ആണോ? ഞാനും ഇദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവിടെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ്. അപ്പം അങ്ങനെ അവിടെ പഠിക്കാനായിട്ട് വന്നു. നിങ്ങൾ ആ ഒരു കോളേജിലേക്ക് വരാനുള്ള കാരണവും അവിടുത്തെ ഒരു എക്സ്പീരിയൻസും, കാരണം വേറൊന്നും കൊണ്ടല്ല, പല പ്രമുഖരായിട്ടുള്ള ഡയറക്ടേഴ്സും എനിക്ക് തോന്നുന്നു നിങ്ങൾ പഠിച്ച കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ 2019 അവിടെ ജോയിൻ ചെയ്തത്. എല്ലാം കഴിഞ്ഞ് എൻ്റെ BEd ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡയറക്ഷൻ പഠിക്കണം, സ്വന്തമായിട്ട് നാടകം ചെയ്യണം, അല്ലെങ്കിൽ നാടകം പഠിക്കണം, ഒരു അഭിനേത്രിയായി മാത്രം നിൽക്കുക എന്നുള്ളതിലുപരിയായിട്ട് എനിക്കും ഡയറക്ഷൻ എന്ന് പറയുന്നത് പഠിക്കണം എന്നുള്ളൊരു ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാം. സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ, പുസ്തകങ്ങൾ, അതും ഇതിലൊക്കെ ആയിട്ട് നമുക്ക് സ്വന്തമായിട്ട്. പക്ഷേ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യല്ലോ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന അധ്യാപകർ എൻ്റെ വലിയൊരു ഇതായിരുന്നു, ഘടകമായിരുന്നു. വിനോദേട്ടനും അങ്ങനെ കുറേ പ്രമുഖരായിട്ടുള്ള അധ്യാപകരാണല്ലോ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ നമ്മളെ അട്രാക്റ്റ് ചെയ്യിച്ചു. പക്ഷേ എവിടെ പോയാലും നമ്മൾ ആരും ഒന്നും പഠിപ്പിക്കൊന്നുമില്ല. അവിടെ നിന്ന് നമ്മൾ സ്വയമേ ആർജിച്ചെടുക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് അവിടെ നിന്നൊരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതി അത് ഡയറക്റ്റ് ചെയ്തു. 2 ആൾ മാത്രമായിട്ടുള്ള അത് ഒഡീഷൻ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ നമുക്ക് തരുന്നൊരു എനർജി, നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ളൊരു വേ ആണ്. നമ്മൾ വേണമെങ്കിൽ നമ്മൾ കെട്ടുപോവാം, അല്ലെങ്കിൽ നന്നാവാം. ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നമ്മളാണ് ആഗ്രഹിക്കേണ്ടത്. ആ ഒരു ക്യാമ്പസ് എനിക്ക് തന്ന എനർജി എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, വലിയൊരു എനർജി തന്നെയാണ്. പിന്നീട് ഞാൻ കുറേ നാടകങ്ങൾ, ഞാനിപ്പോൾ ഒരു സ്കൂളിൽ സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നാടകത്തിൻ്റെ അധ്യാപികയായിട്ടും മലയാളം ലാംഗ്വേജും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ ഒത്തിരി നാടകങ്ങളൊക്കെ ചെയ്യുന്നു. കുട്ടികളുടെ നാടകങ്ങളാണ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്നു നാടകത്തിൽ. അതാണ് എൻ്റെ ഒരു. പിന്നെ ഒത്തിരി നാടകങ്ങൾ അഭിനയിക്കാനുള്ള ഹോസ്റ്റ് ഓഫ് തിയേറ്ററിൻ്റെ ബാനറിലൊക്കെ ഒത്തിരി ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് നാടകം ചെയ്യാനും, കോഴിക്കോടൻ നാടകവേദി ശാന്തേട്ടൻ്റെയും രത്നാരേട്ടൻ്റെയും ദാസേട്ടൻ്റെയൊക്കെ നാടകത്തിൽ അഭിനയിക്കാനും ഒക്കെ അതൊക്കെ വലിയ കാര്യമാണ് നമുക്ക്. അവരുടെയൊക്കെ ഒരു സ്കൂൾ നമുക്ക് കിട്ടുകയാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മളേതായ രീതിയിലുള്ളൊരു പിന്നെ ഒരു സ്റ്റൈല് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സത്യം. ഇനി ഞാൻ ഒരു കാര്യം കൂടി ഇത്രയും സംസാരിക്കുന്നിടയിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ, അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പുതിയ മൂവി ഓൾറെഡി വരുന്നുണ്ട്. ഒന്ന് ആഞ്ഞ് ശ്രമിച്ചു, മമ്മൂക്കയുടെ നായികയായിട്ട് ചിലപ്പോൾ അതൊരു അവസരം നിങ്ങളെ തേടിയെത്താം. അപ്പം അത് ഒന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ അടൂർ ഗോപാലകൃഷ്ണൻ സാറ് വിളിച്ച് അതിൻ്റെ അകത്തൊരു ക്യാരക്ടർ റോള്, പ്രത്യേകിച്ച് മമ്മൂക്കാൻ്റെ പേരായിട്ട് കിട്ടട്ടെ അല്ലേ? ഒന്ന് വിളിച്ചോ വേണമെങ്കിൽ. കാരണം അടൂർ സാറൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഡയറക്ടർ തന്നെയാണ്.
പ്രത്യേകിച്ച് ഇതിലൂടെ മമ്മൂക്കയെ ഒന്ന് കാണട്ടെ. അങ്ങനെയൊന്നുമില്ല, മമ്മൂക്ക നമ്മളെയൊക്കെ കാണുന്നുണ്ട്, അതാണ് രസം. നമ്മളാണ് മമ്മൂക്കനെ അറിയാത്തത്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പരസ്യമാണെങ്കിലും അല്ലെങ്കിൽ ഒരു ആൽബം എന്ത് വർക്കാണെങ്കിലും മമ്മൂക്ക വളരെ അപ്ഡേറ്റഡാണ്. നമ്മളിപ്പോൾ ആ കാര്യത്തിൽ നമ്മളങ്ങനെ അറിയിക്കേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എല്ലാവരെയും കാണുന്നുണ്ട്. അങ്ങനെ ഒരു മമ്മൂക്ക ഇപ്പോൾ ഒരു സജഷൻ വെക്കേണ്ടി വന്നാലും മമ്മൂക്ക അത് വെക്കും. പിന്നെ കുറേയൊക്കെ നമ്മുടെ ലക്കും കൂടെ ആശ്രയിച്ചിരിക്കും. പിന്നെ നമ്മളെ ഭാഗത്തുനിന്ന് ശ്രമം വേണം. സാറിൻ്റെ പടത്തിലൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു കുറേ ആളുകൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന, മമ്മൂക്ക പോലും വിളിച്ച് ചാൻസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ നായികയൊക്കെ ആവുക എന്നുള്ള അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും ഞാൻ കൊണ്ടു നടക്കുന്നില്ല. ചെറുതായിട്ടുണ്ട്. അങ്ങനെയാ. അതിപ്പോൾ എല്ലാവരും സ്വപ്നം കാണും. എൻ്റെ അമ്മ എപ്പോഴും സ്വപ്നം കാണും, മമ്മൂട്ടി ഞാൻ മോഹൻലാലിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത് സ്വപ്നം കണ്ടു, ബേബി എന്ന് തന്നെ വീട്ടിൽ വിളിക്കുക. അമ്മ പോലും പറയാറുണ്ട്, സീരിയസ്ലി. ഇപ്പം ഞാനൊരു ഷോർട്ട് ഫിലിം ഈ അടുത്ത് ഡയറക്റ്റ് ചെയ്തു, ചിലരിങ്ങനെയാണെന്ന് പറഞ്ഞു. എൻ്റെ പ്രദേശത്തുള്ള ആളുകളെ, എൻ്റെ വല്യമ്മേനെ, എൻ്റെ അമ്മേനെ, അച്ഛനെ അവരെയൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഇത് ചെയ്തതിൻ്റെ റിലീസിങ്ങിന് പിന്നെ നമ്മൾ നാട്ടിൽ കാണിച്ച സമയത്താണ് മനസ്സിലാവുന്നത് ഒത്തിരി ആളുകൾക്ക് അഭിനയിക്കാൻ കൊതിയുണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഫാമിലിയിലുള്ള കുറേ ആളുകൾ അവരൊക്കെ നമ്മളോട് ഭയങ്കരമായിട്ട് അത് ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നത്. അതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ ജസ്റ്റ് വന്നു പോയ വ്യക്തിയില്ലേ, ശരവണൻ, നല്ല പേര്. ശരവണ്ണ, ഞങ്ങള് എൻ്റെ കൊച്ച് കേന്ദ്ര കഥാപാത്രവും ശരവണ്ണുമായിട്ട് 2 പേരുള്ളൂ. ഒരു വേസ്റ്റിൻ്റെ ഇതായിട്ട് ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്തു. ഡയലോഗ്സ് ഒന്നുമില്ല, പക്ഷെ അത് ചെയ്ത് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ, കാരണം പുള്ളി അതിൻ്റെ അകത്തായതുകൊണ്ട് എനിക്കിവിടെ അത്ര വലിയ കമ്പനി ഒന്നുമില്ല. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെ കണ്ടു. അങ്ങനെ ഞങ്ങളുടെ ജംഗ്ഷൻ, നിങ്ങൾ നേരത്തെ വന്ന് ഇറങ്ങിയ ജംഗ്ഷനിലുള്ള പല ആളുകളും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്കൊരു ചാൻസ് തരാൻ പറ, ഞങ്ങളുടെ ഷോപ്പിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് ചെയ്യാൻ പറ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ ഉള്ളിലും അതായത് മനുഷ്യൻ്റെ ചെറുതിലേ ഉള്ളൊരു ആസക്തിയല്ലേ. നമ്മൾ എന്താണ് ചോറും കൂട്ടാനും വെച്ച് കളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അച്ഛനെ അമ്മയാവും, ചേരീനെടുത്ത് അമ്മിഞ്ഞോട്ടും അത് ചെയ്യും. ആ സമയത്തെ അഭിനയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലഹരിയായിട്ട് ആരോ ഒരു വിത്ത് പാകിയിട്ടിട്ടുണ്ട്. അത് എല്ലാവരുടെ ഉള്ളിലും സത്യം. അത് കറക്റ്റായിട്ടുള്ളൊരു വേടായിട്ടാണ് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മുടെ അഭിനയം തുടങ്ങുന്നത് ചെറുപ്പത്തിലാണ്. ഇന്നും എൻ്റെ കൊച്ച് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവളിങ്ങനെ ഓരോന്ന് സ്വയം കളിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പകാലമാണ്. എൻ്റെ തറവാട്ടിൽ ഞാൻ ഒറ്റക്കാണ്. എൻ്റെ സിസ്റ്റർ മദറിൻ്റെ വീട്ടിലാണ് വളർന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റക്ക് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് തീപ്പെട്ടിക്കോലും ചക്ക വറുത്തതും കപ്പ വറുത്തതും ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. അങ്ങനെ അവരോടൊക്കെ സംസാരിച്ചിട്ട് സത്യം അത് നമ്മുടെ അഭിനയം തുടങ്ങുന്ന അവിടെ നിന്നാണ്. കറക്റ്റ്. പിന്നീട് നമ്മുടെ വളർച്ചയ്ക്കൊപ്പം നമ്മുടെ നാട്ടുകാരും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവണം. അങ്ങനെ നമ്മുടെ സ്വപ്നങ്ങൾ ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഫാമിലി, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ നമ്മളൊരു സിനിമ ചെയ്യും പോലെ തന്നെ ഒരാൾ മോശമായാൽ കഴിഞ്ഞല്ലോ കഥ. ഒരാൾ ലൈറ്റ് മാറ്റി വെച്ച ആ സീന് പോയില്ലേ, അതുപോലെ അതിൽ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. അവരെല്ലാവരും ചേരുമ്പോഴാണ് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നത്. എൻ്റെ മാത്രം കഴിവല്ല ഒരു ആർട്ടിസ്റ്റായി വരിക എന്ന് പറയുന്നത്. എൻ്റെ തല അതല്ല, എല്ലാവരുടെയും ഒരു പ്രൊഡക്റ്റാണ്. നമ്മൾ തിയേറ്ററിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കേരള വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രീറ്റ് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഡയറക്ടർ മനോജ് ഖാനയുടെ അപാരനീതി എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് പ്ലേയിൽ ഞാൻ അഭിനയിച്ചു. അതിൽ അഭിനയിച്ചത് മുതലാണ് നാടകത്തിലോട്ട് ഞാൻ വരുന്നത്. അതിന് മുമ്പേ സ്കൂൾ നാടകങ്ങളിലൊന്നും നമുക്ക് അഭിനയിക്കാൻ അവസരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിൽ വെച്ച് അങ്ങനെ ഒരു നാടകത്തിൽ കത്ത് വായിക്കാൻ, അമ്മയുടെ കത്ത് വായിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം പെട്ടെന്ന് തന്നെ വിളിച്ചു കൂട്ടിക്കൊണ്ടുപോയതാണ്. AK ബാലൻ മാഷുടെ പിന്നെ ഒരു മകനാണ് അതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അമ്മയായിട്ട് ഞാൻ അതിലിങ്ങനെ കരഞ്ഞിങ്ങനെ ഒരു കത്ത് ഇങ്ങനെ പറയുമ്പോൾ അന്നാണ് എനിക്ക് ആക്ട് ചെയ്യാനൊരു കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെയാണ് നാടകം പിന്നെ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇപ്പോഴും സിനിമയേക്കാൾ പാഷൻ നാടകം തന്നെയാണോ? ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ നാടകം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് 5 നാടകത്തോളം ഞാൻ ചെയ്തു. കുട്ടികളുടെ തിയേറ്ററിൽ 5 നാടകങ്ങൾ ഞാൻ ചെയ്തു. ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സിനിമകളും ചെയ്യുന്നുണ്ട്, സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടും നമ്മുടെ പാഷനാണല്ലോ. ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ, അതേപോലെ തന്നെ ബിഹൈൻഡ് ദ ക്യാമറ ഒരു ഡയറക്ടർ ഭാവിയിലാകാൻ വല്ല ഉദ്ദേശമുണ്ടോ?
ഡയറക്ഷനാണ് എൻ്റെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്ത് നോക്കിയത് തന്നെ ഇപ്പം അതുകൊണ്ടാണ്. ഞാൻ നോക്കുമായിരുന്നു എന്നെ ആളുകൾ അംഗീകരിക്കുമോ എന്നൊക്കെയുള്ള ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ നമുക്ക്. നമ്മൾ ചെയ്യുന്ന കാര്യം ഓക്കെ ആണോ, ആളുകൾ നമ്മൾ അംഗീകരിക്കുമോ, നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ. അതിൻ്റെ ഒരു തിരിച്ചറിവ് വളരെ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ നാട്ടിലുള്ള സ്പേസ് അത്തോളി എന്ന് പറഞ്ഞൊരു ടീം നാട്ടുകാർ തന്നെ എൻ്റെ ആ ഷോർട്ട് ഫിലിം ചിലരിങ്ങനെയാണെന്നാണ് എൻ്റെ പേര്. അവർ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ അത് ഫെസ്റ്റിവലായിട്ട് അത് പ്രദർശിപ്പിക്കുകയും എല്ലാവരും കമ്പനിയും സിനിമകൾ ചെയ്യണമെന്ന് പറയുകയൊക്കെ ചെയ്തു. ഇനി അടുത്ത് എനിക്ക് അതിലൊരു ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഇപ്പം കോഴിക്കോട് ബേസ് ചെയ്തിട്ടുള്ളൊരു നാഷണൽ ഫിലിം സൊസൈറ്റി ഉണ്ട്, അത് അയച്ചു കൊടുത്തിട്ട് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എന്നെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു. ഇനിയും വർക്കുകൾ ചെയ്യാനുള്ള ഒരു ആർജവം അതിലൂടെ ഉണ്ടാകുന്നുണ്ട്. അല്ല, അത് വളരെ സന്തോഷം തോന്നുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് കബനിനോട്. കാരണം 2004 മുതൽ നിങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചിട്ട് പോലും ഇല്ല സിനിമയിലേക്ക് ഇറങ്ങണോ വേണ്ടോ എന്നുള്ളത്. ഗൾഫിലാണ് ആ സമയത്ത്. 2012 ഞാൻ വന്നത് തന്നെ. അപ്പം നിങ്ങൾ എത്ര വർഷമായിട്ട് മലയാള സിനിമ മേഖലയിൽ ഉണ്ട് എന്നുള്ളതാണ്. ഉയരങ്ങളിലേക്ക്, ഒരുപാട് ഉയരങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്താൻ സാധിക്കട്ടെ. അതേപോലെ തന്നെ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതാണ് ഈ നക്സൽ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു. ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഇത് കേൾക്കുമ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ടൊരു നക്സലിനെ നേരിട്ട് അല്ല, കോമഡി എന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഇതേപോലെ ആണെന്നൊക്കെ അറിഞ്ഞിരുന്നു. നമ്മുടെ തന്നെ ഉള്ളതാണ്, എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ പക്ഷെ ഞാൻ ആ ജ്യേഷ്ഠനെ 1-2 വട്ടം ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും അന്നൊന്നും അറിയില്ല, നമുക്കത്ര അറിവില്ല. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നക്സൽ പ്രസ്ഥാനത്തിനെ കുറിച്ച് അറിയുന്നതും പഠിക്കുന്നതും. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ആൾക്കാരൊക്കെ ശരിക്കും ഉണ്ടോ. അപ്പോൾ ഇപ്പോൾ കമ്പനിയായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും വളരെ ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു ഞാൻ നക്സലായിരുന്നു. ഐഡിയ ചെയ്ത് വെക്കേണ്ട ഒരു ഇതല്ലേ ആ സമയത്ത്. കേരളം ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ടൊരു പ്രസ്ഥാനമായിരുന്നല്ലോ. ഒത്തിരി യുവാക്കളൊക്കെ ആ സമയത്ത് ആ പ്രസ്ഥാനത്തിലോട്ട് വരികയും അതിൻ്റെതായ മാറ്റങ്ങളൊക്കെ അന്ന് സൊസൈറ്റിയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്നാണ് അതിനെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നൊക്കെ. പക്ഷെ അതൊക്കെ സ്പ്ലിറ്റായി പോയി. അത് സോഷ്യലിസം എന്ന് പറയുന്ന വലിയൊരു സ്വപ്നത്തിലേക്കുള്ള ഒരു വേ ആണല്ലോ. ഒരുപാട് ആളുകൾ ഇപ്പോഴും എൻ്റെ അച്ഛനൊക്കെ വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടല്ല നിലകൊള്ളുന്നത്. എപ്പോഴും അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അവർ ഇപ്പോഴും സൊസൈറ്റിയിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നെങ്കിലും ഒരിക്കൽ അവർ വിചാരിക്കുന്ന അവർക്കൊരു പ്രസ്ഥാനമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി, അങ്ങനെ ഒരു പാർട്ടിയേ ഇല്ല. അല്ല, ഇപ്പോൾ ഉള്ള കുറച്ച് പേര് സിപിഎമ്മിലേക്ക് മറ്റ് പാർട്ടി പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ പോയവരുണ്ട്. ചിലരിപ്പോഴും അതൊക്കെ കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും അങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അത് അനിവാര്യമായിരുന്നു. അതാണ്. ഒരുപാട് കാര്യങ്ങൾ കബനി നമ്മളായിട്ട് സഹകരിച്ചു. എനിക്ക് നന്ദിയുണ്ടതിൽ. പക്ഷേ ഇനിയും എൻ്റെ സമയം എനിക്ക് ഒരുപാട് വേണമെന്ന് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ എന്നിലുള്ള ഊർജം ഒന്ന് ഡെവലപ്പായിക്കൊണ്ടിരിക്കണം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനായിട്ട് തോന്നുന്നത്. ഇപ്പോഴൊന്നും മതിയായിട്ടില്ല, എനിക്ക് തൃപ്തിയായിട്ടില്ല. പക്ഷെ നിങ്ങളുടെ സമയാധിക്യത്തെയും, കാരണം എന്തോ ഒരു വർക്ക് നടക്കുന്നതാണ്, അതിൻ്റെ ഇടയിൽ നിന്നാണ് ഇപ്പോൾ വന്നേക്കുന്നത്. കുറച്ച് കുട്ടികൾ ക്ലാസ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറും കൂടിയാണല്ലേ? ഏത്? സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാള അധ്യാപികയാണ്. എവിടെ? കാലിക്കറ്റ്. അപ്പോൾ ഒരു ടീച്ചർ പ്രസ്ഥാനത്തിലൊരു അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്കായി നിങ്ങൾ ചെലവഴിച്ചു. അതിനിടയിൽ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ ഞങ്ങൾക്ക് വന്നുകൊണ്ട് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി ഇരുന്നു. സന്തോഷം. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ കുഞ്ഞി സ്റ്റുഡിയോ JC സ്റ്റുഡിയോയുടെ ഈ ഫ്ലോറിൽ വന്നിരുന്ന് സഹകരിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടിട്ട്, അതേപോലെ തന്നെ എന്താണ് JC സ്റ്റുഡിയോനെ കുറിച്ചും ഈ പാവം ഞങ്ങളെക്കുറിച്ചും പറയാനുള്ളത്? അങ്ങനെ ആരും പാവങ്ങളല്ല. നമ്മളെല്ലാവരും ഒരുപാട് ഉയരങ്ങളിലാണ്. നമ്മളേതായ തട്ടുകളിൽ നമ്മൾ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. വളരെയധികം സന്തോഷം ഇവിടെ വരാൻ കഴിഞ്ഞതിലും. ഞാൻ മറ്റൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എറണാകുളത്ത് നിൽക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു എപ്പിസോഡിലെങ്കിലും അയാളുടെ പേര് പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. അയാൾ എന്തോ എനിക്ക് കൈമടക്ക തന്ന പോലെ. രാവിലെ സൈനു ചാവക്കാടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് 2 പേരെ ഞാൻ തരും. ഞാൻ ചോദിച്ചാണോ? കളങ്കാവല്ല വിനായകന്റെ പേരായിട്ട് അഭിനയിച്ച വിനായകന്റെ നായിക ഞാൻ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ആളെത്തിയിരിക്കും. ആണാ? ഞാൻ ഫോൺ വെച്ച് അപ്പോൾ ഞാൻ ഇങ്ങനെ ഡയറക്ടർ അടുത്ത് പറഞ്ഞു,
കളങ്കാവലിലെ വിനായകൻ്റെ നായകനുണ്ട്. ആണോ? നമുക്ക് അത്രയും ഒരു കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ ഭയങ്കര സ്പെഷ്യലാണ്. അതും കൂടി ഒന്ന് പറഞ്ഞു വെക്കാം. കാതലിൽ മമ്മൂക്കയുടെ നായകനായിട്ടുള്ള കാതൽ സുധി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് എൻ്റെ ജ്യേഷ്ഠനാണ്. എൻ്റെ ബ്രദറിന് തുല്യം. ഞങ്ങൾ ഒരുമിച്ചാണ് നാടകങ്ങളൊക്കെ. കാലിക്കറ്റാണ്. ഞങ്ങളൊക്കെ ഒത്തിരി ചെറുതിലേ മുതൽ നാടകം, സിനിമ സ്വപ്നം കണ്ട് വളർന്ന ആളുകളാണ്. അതുപോലെ അതിൽ പ്രധാന വേഷം ചെയ്ത തമിഴത്തിയായിട്ട് അഭിനയിച്ച ധന്യ, എൻ്റെ കാലടി യൂണിവേഴ്സിറ്റിയിലാണ് അവൾ പഠിച്ചത്. അവൾ ഒത്തിരി ഫേമസ് ആർട്ടിസ്റ്റാണ്. എങ്കിലും അവളുടെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമയിൽ. പിന്നെ വിനോദ് ഗാന്ധി, അദ്ദേഹം ഒരു നാടക പ്രവർത്തകനാണ്. അതിൻ്റെ ക്ലൈമാക്സിൽ വരുന്ന എല്ലാവർക്കും ഒരുപാട് നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും. കാരണം നിങ്ങൾ പലരും ഉള്ളിൽ എങ്ങനെ പുറത്തും പറയില്ല, ഉള്ളിലും എങ്ങനെ ഇരിക്കും, ഞാനെങ്ങനെ രക്ഷപ്പെട്ടു പോയാൽ മതി. പക്ഷെ ഇത്രയും ഓപ്പണായിട്ട് തൻ്റെ സുഹൃത്തുക്കളും കൂടി ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരും എത്തട്ടെ എന്ന് പറയാനുള്ളൊരു മനസ്സ്, അത് വലിയൊരു മനസ്സല്ല. അതിപ്പോൾ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ആ സ്ത്രീകളൊക്കെ ഒരുമിച്ചുള്ള ഇൻ്റർവ്യൂവിൽ എല്ലാവരും തന്നെ അങ്ങനെയാണെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഈ 21-24 സ്ത്രീകളൊക്കെ അത് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുമ്പോഴും ഒരു മനസ്സോടെയാണ്. ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ആളുകളെ പോലെയാണ് അതിൻ്റെ ഡയറക്ടർ ജിതിൻ സാറും റൈറ്ററും അവരെല്ലാവരും ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ തിയേറ്റർ വിസിറ്റിനൊക്കെ കാണുമ്പോൾ ഈ ഡയറക്ടറുടെയും പിന്നെ തിരക്കഥാകൃത്തിൻ്റെ ഒരുമിച്ചുള്ള അവർ പഠിച്ച കാലത്തെങ്ങാനും തീരുമാനിച്ച സ്ക്രിപ്റ്റാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത്രയും വർഷമായിട്ടുള്ള അവരുടെ എഫേർട്ടാണ് ഈ ഒരു വലിയ വിജയമായിട്ട് മാറിയത്. നമുക്കൊക്കെ ഒരു പാഠമാണ്. എന്നെ ഈ ഒരു കഥാപാത്രം ഏൽപ്പിച്ചതിന് അതിന് ഭയങ്കര താങ്ക്ഫുൾ ആണ്. നമ്മുടെ സ്റ്റുഡിയോന്റെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന്. എനിക്ക് അറിയില്ല അങ്ങനെയാ പറയേണ്ടത്. ആ സ്റ്റുഡിയോ അല്ല, നമ്മുടെ JC സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? അതുപോലെ തന്നെ എനിക്ക് ഇവിടെ വന്നപ്പോഴും നിങ്ങളുടെ എല്ലാവരുടെയും പെരുമാറ്റവും ഒക്കെ തന്നെ വളരെ എനിക്ക് ആദ്യം കാലുമണിക്ക് അടിക്കാനാ തോന്നിയത്. അങ്ങനെയല്ല, വളരെയധികം സന്തോഷം ഇവിടെ വന്നതിൽ. എന്നെ ഇത്രയും സമയം നിങ്ങൾ സഹിച്ചു, കേട്ടു, എൻ്റെ പാട്ടുകൾ കേട്ടു. എൻ്റെ മറന്നുപോയ കുറേ മെമ്മറീസ് ഉണ്ടായിരുന്നു, അതിനൊക്കെ തിരിച്ചു പിടിക്കാൻ ഒരു അവസരമായി. ഓർമ്മിപ്പിച്ച് നന്നായി. എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ഒരു 2 വരിയും കൂടി ഒന്ന് പാടാൻ പറ്റും. ഏത് ഗാനമായാലും കുഴപ്പമില്ല. കോഴിക്കോട് കിപ്താസിലൊരു ട്രൈബൽ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ശരി. അവിടുന്ന് ഒരു ബൊമ്മിയമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മ എന്നെ പഠിപ്പിച്ചൊരു പാട്ട് ഞാനിപ്പം അവരെ ഓർത്തുകൊണ്ട് പാടാം. രാസയ്യാരോ രാജാ രാസയ്യാരോ രാജാ രാസയ്യാരോ രാജഹു മാലിത്തു దేసున్నాడో రాజా దేసున్నాడో రాజా మల్లిగేహు వన్నే మల్లిగేహు ಹಿಂಬಿ ಮುಳ್ಳು ನಾರಗ ಹುಳ್ಳು ಸೈ ಸಂಬಗ ನಾಗರಿದೆ ಹಿಂಬಿ ಮುಳ್ಳು ನಾರಗ ಹುಳ್ಳು ಸೈ ಸಂಬಗ ನಾಗರಿದೆ ಇಟ್ಟೋಳು ಕೊಳುತ್ತು ಕಿದಿಗಿ ನೋಡು ಲೀಲೆ ನೀಲಂಬ ನಾಗರಿ ನೀಲೆ 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 ರಾಸಯ್ಯಾರೋ ರಾಜಾ ರಾಸಯ್ಯಾರೋ ರಾಜಾ ರಾಸಯ್ಯಾರೋ ರಾಜಹು ಮಾಲಿತು. അടിപൊളി. സൂപ്പറായി. ഒരു കാര്യം ഉറപ്പിച്ചോ, ഞാൻ ആളുടെ പേര് പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയിൽ ഇതേപോലത്തെ ഒരു സോങ് ഒക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ നിങ്ങളെ കൊണ്ട് അദ്ദേഹം ഈ പാട്ട് പാടിപ്പിച്ചിരിക്കും. 100% ഞാൻ പറയാം, ഉറപ്പായിട്ടുള്ള കാര്യമുണ്ട്. ഇത് വേറെ സിനിമക്കൊന്നും സിനിമയിലൊന്നും വന്നിട്ടില്ലെങ്കിൽ ഈ പാട്ട് മിക്കവാറും പുള്ളി എടുത്തിരിക്കും. കാരണം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം. നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്. ബൈ.